ഹായ് എവരിവൺ, ദിസ് ഇസ് മീ കസാക് ബെഞ്ചാലി. പുതിയ വീഡിയോ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഒരു എക്സ്ട്രാ ഓർഡിനറി സക്സസ് ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ ആരാണെങ്കിലും ശരി, നിങ്ങൾ ആരാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും നമുക്ക് എല്ലാവർക്കും എക്സ്ട്രാ ഓർഡിനറി സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഈ എക്സ്ട്രാ ഓർഡിനറി സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാവാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലി ചെയ്യാവാം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ കോൺട്രിബ്യൂട്ടർ ആകാം, ഒരു സോഷ്യൽ ലീഡർ ആകാം. പക്ഷേ എക്സ്ട്രാ ഓർഡിനറി ജീവിതം നയിക്കുന്ന ആളുകളെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. എക്സ്ട്രാ ഓർഡിനറി സക്സസ്, എക്സ്ട്രാ ഓർഡിനറി ബിസിനസ്, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റി. എന്താണ് ഈ എക്സ്ട്രാ? അത് മനസ്സിലാക്കിയാൽ മതി. എല്ലാവരുടെ ഉള്ളിലും ഒരു എക്സ്ട്രാ ഓർഡിനറി ഹ്യൂമൻ ബീയിങ് ഉണ്ട്. നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്, നമ്മളുടേതായിട്ടുള്ള ടാലൻറ്റുകളുണ്ട്, നമ്മുടേതായിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഇതെല്ലാം ഉണ്ട്. ഇതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങളൊരു ഓർഡിനറി പേഴ്സൺ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഓർഡിനറിയാണ്, എന്നെക്കൊണ്ട് ഇത്രയേ പറ്റൂ, എനിക്ക് ഇതേ സാധിക്കൂ ജീവിതത്തിൽ, ഞാനൊരു വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുള്ള ആളൊന്നുമല്ല, എന്നെക്കൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും ലോകത്ത് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് സ്വയം വിശ്വസിച്ച് സ്വന്തം ജീവിതം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സക്സസിൽ പരിമിതപ്പെടുത്തുന്നത് എപ്പോഴാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോഴാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി ജീവിക്കുക, എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുക, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ കുടുംബത്തിന് വേണ്ടി. എൻ്റെ എന്ന് പറയുന്നിടത്താണ് നിങ്ങളുടെ ജീവിതം ഓർഡിനറി ആവുന്നത്. എൻ്റെ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ ജീവിതത്തെ പരിമിതപ്പെടുത്തുന്നതോടുകൂടി നിങ്ങളൊരു ഓർഡിനറി പേഴ്സൺ ആയിട്ട് മാറി. അത് എത്ര വലിയ വിജയങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴും യു വിൽ ബിക്കം എൻ ഓർഡിനറി. ഒരു കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ഓർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അച്ഛൻ്റെ പേര് എല്ലാവർക്കും അറിയാം, അമ്മയുടെ പേരും അറിയാം. മുത്തശ്ശൻ്റെ പേര് അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാലും എല്ലാവരും കൈവെക്കും. എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞാൻ ചെയ്യിപ്പിക്കുന്നതാണ്. എല്ലാവരും കൈവെക്കും, മുത്തശ്ശൻ്റെ പേര് എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട്. മുത്തശ്ശൻ്റെ അച്ഛൻ്റെ പേര് അറിയൂ എന്ന് ചോദിക്കുമ്പോൾ ആ സദസ്സിലുള്ള 80% ആളുകളും കൈപ്പൊക്കില്ല, താഴ്ത്തിയിടും. 20 to 10%, ഒരു 10 മുതൽ 20% വരെ ആളുകൾ കൈപ്പൊക്കും എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഞാൻ ഒന്നുകൂടെ ചോദിക്കും, മുത്തശ്ശൻ്റെ പേരറിയോ എന്ന് ചോദിക്കുമ്പോൾ 98% ആളുകളും താഴ്ത്തിയിട്ട് തന്നെയാണ് ഇരിക്കുക. അപ്രതീക്ഷിതമായിട്ട്, അപൂർവമായിട്ട് 1-2% ആളുകളെങ്ങാനും കൈ പൊക്കിയാലായി. അത്രയും പരിമിതമാണ് നമ്മളുടെ സക്സസ്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മുത്തശ്ശൻ്റെ പേരറിയുക എന്ന് പറയുന്നത്. ഒരുപക്ഷെ അയാളുണ്ടാക്കിയ സ്വത്ത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകും, നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നുണ്ടാകും, നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ സമ്പാദ്യത്തിലുമെല്ലാം. ആ കൈമാറ്റം ചെയ്യപ്പെടലിൻ്റെ, പുള്ളിക്കാരൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചതിൻ്റെ കൈമാറ്റം ചെയ്യപ്പെടലാണ് ഇപ്പോൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ടാവുക. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് പോലും നമുക്ക് ഓർമ്മയില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണ്. എൻ്റെ എന്ന പരിധിക്കുള്ളിൽ നമ്മളുടെ എല്ലാ സ്വപ്നങ്ങളും നമ്മൾ ലിമിറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മളൊരു ഓർഡിനറി പേഴ്സണായിട്ട് മാറും. എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, ഇതെല്ലാം എൻ്റെയാണ്. ഈ എൻ്റെക്ക് പുറത്ത് കടക്കുമ്പോഴാണ് നമ്മൾ എക്സ്ട്രാ ആകുന്നത്. എന്താണ് എക്സ്ട്രാ ഓർഡിനറി? ഈ എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ എക്സ്ട്രാ എന്ന് പറയുന്നത് എക്സ്ട്രാ സംവൺ. അതൊരു വ്യക്തിയാകാം, ഒരു സമൂഹമാകാം, ഒരു ടെറിട്ടറിയുള്ള മൊത്തം ജനതയാകാം. അവർക്ക് വേണ്ടിയിട്ട് കൂടി നമ്മുടെ ജീവിതം മാറ്റിവെക്കുമ്പോഴാണ് നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആകുന്നത്. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളെയും നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും, നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തെയും അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു എക്സ്ട്രാ ഓർഡിനറി ആവുന്നത്. അത് അവരെയും കൂടെ ആസ്വദിപ്പിക്കുമ്പോൾ, അവരെയും കൂടെ സന്തോഷത്തിന്റെ കാരണമാകുമ്പോൾ, അവർക്കും കൂടെ വിജയത്തിന് കാരണമാകുമ്പോൾ, അവരുടെയും കൂടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാക്കുന്ന പ്രവൃത്തിയിലേക്ക് നമ്മുടെ ബിസിനസ്സിനെയോ, നമ്മുടെ കഴിവിനെയോ, നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമുകളെയോ, നമ്മളുടെ കലയെയോ കഴിവിനെയോ എല്ലാം നമ്മൾ ബൗണ്ടറിക്കപ്പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് മാറുന്നത്. അപ്പോഴാണ് നമ്മുടെ പേരമക്കളുടെ മക്കളും അവരുടെ മക്കളുമൊക്കെ അഭിമാനത്തോടു കൂടി പറയുക, എൻ്റെ മുത്തശ്ശൻ സമൂഹത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, എൻ്റെ മുത്തശ്ശൻ ഒരു വലിയ ആളായിരുന്നു. ഈ വലിയ ആളാവുന്നത് നമുക്ക് വേണ്ടിയോ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയോ ധാരാളം സമ്പാദിച്ചു കൂട്ടുമ്പോഴല്ല, മറിച്ച് നമ്മൾക്ക് സമ്പാദിച്ചു കൂട്ടിയതിൽ നിന്ന് തന്നെ കുറച്ച് മറ്റുള്ളവർക്ക് ധാരാളമായി കൊടുക്കുമ്പോഴാണ്. കഴിവുകൾ കൊടുക്കുക, അവർക്കും കൂടെ വളരാനുള്ള അവസരം ഉണ്ടാക്കുക, അവരുടെയും കൂടെ ജീവിതത്തിൽ വാല്യൂ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എക്സ്ട്രാ ആകുന്നത്. ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന വ്യവസായ സ്ഥാപനങ്ങൾ, ഓൺട്രപ്രണോറിയൽ ഓർഗനൈസേഷൻസ് തുടങ്ങുമ്പോഴാണ്, ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നതും എക്സ്ട്രാ തന്നെയാണ്. നിങ്ങളുടെ കഴിവ് എന്താണോ, നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ
അത് മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുന്നിടത്താണ് നമ്മൾ എക്സ്ട്രാ ആകുന്നത്. അപ്പോൾ ഓർഡിനറി വ്യക്തിക്കും എക്സ്ട്രാ ഓർഡിനറി ആകാം. നിങ്ങളുടെ പ്രയോറിറ്റിയിൽ കുറച്ച് എക്സ്ട്രാ ആളുകളെയും കൂടെ ചേർത്താൽ മതി. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. എനിക്ക് വരുമാനം ഉണ്ടാക്കുക എന്നതിൽ നിന്നും എനിക്കൊരു 100 പേർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത് എന്ന് തീവ്രമായിട്ട് ആഗ്രഹിച്ച് നാട്ടുകാരോട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലല്ല, മറിച്ച് എൻ്റെ ബിസിനസ് ഞാൻ ചെയ്യുന്നത് എൻ്റെ വരുമാനത്തോടൊപ്പം എനിക്ക് ഒത്തിരി ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒത്തിരി ആളുകൾക്ക് ഞാൻ കൊടുക്കുന്ന പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ സർവീസസിലൂടെ അവരുടെ ജീവിതത്തിലെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിച്ച് പരിശ്രമിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളൊരു എക്സ്ട്രാ ആയിട്ട് മാറുകയാണ്. സോ എവ്രിബഡി ക്യാൻ ബി ആൻ എക്സ്ട്രാ ഓർഡിനറി. ഡോണ്ട് ബി ആൻ ഓർഡിനറി. Ordinary or extraordinary, it is your choice. By adding someone extra to your circle of priority, you will become an extraordinary. Be an extraordinary, because every human creation has the opportunity, an equal opportunity to become an extraordinary. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മൾക്ക് എല്ലാവർക്കും എക്സ്ട്രാ ഓർഡിനറി ആവാനുള്ള അവസരമുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിലും കൂടെ സന്തോഷത്തിനും അവരുടെ ജീവിതത്തിന് വാല്യൂ ആഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറാകുന്നതോടുകൂടി we will become an extraordinary. Wish you all the best. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളൊരു ഓൺട്രപ്രനർ അല്ലെങ്കിൽ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ്, സെയിൽസ് ട്രെയിനിങ്, അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനകത്തുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കിടക്കണം, ലോ ഓഫ് അട്രാക്ഷൻ വഴി നിങ്ങൾക്ക് ധാരാളം ജീവിതത്തിൽ സക്സസ് നേടണം, കടത്തിൽ നിന്ന് പുറത്തു കിടക്കണം, ഇതിനെല്ലാം വേണ്ടിയിട്ട് ഞങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ്, വെൽത്ത് ക്രിയേഷൻ കോഴ്സ്, ഓൺട്രപ്രണേഴ്സിന് വേണ്ടിയുള്ള 10x ട്രാൻസ്ഫോർമേഷൻ ജനുവരിയിൽ തുടങ്ങി ഡിസംബറിൽ അവസാനിക്കുന്നത്. ഇപ്പോഴും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഡിസംബർ 31 അവസാനിക്കുന്ന. എല്ലാ ദിവസവും രാവിലെ 4:30 മുതൽ 5:30 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഹാബിറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള കംപ്ലീറ്റ് ഓൺട്രപ്രണർ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം. സെയിൽസ് പഠിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം നമ്മൾ വളരെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്ന 8 ആഴ്ച നീണ്ടു നിൽക്കുന്ന $1 മില്യൺ സെയിൽസ്മാൻ. ഈ കോഴ്സിലെല്ലാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കൂടുതൽ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഞങ്ങളുടെ കൗൺസിലേഴ്സ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു. ഈ വീഡിയോ വാച്ച് ചെയ്തതിന് ഒരുപാട് നന്ദി. ദിസ് ഇസ് മീ, കസാക് ബെൻജാലി.